നമസ്കാരം കൂട്ടുകാരെ. താളം തവളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്തെല്ലാം വിഭവങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളതെന്നും നമുക്ക് നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. അച്ചാറിന് ആവശ്യമായ മാങ്ങ നന്നായി കഴുകി ഒരു തുണിയെടുത്ത് നന്നായി തുടച്ചതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമുക്കൊരു ഭരണിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടിട്ട് ഇതിൽ ശേഷം ഉപ്പെല്ലാം ഇട്ടിട്ട് 2 ദിവസം വെക്കണം. എന്നിരുന്നാലേ നമുക്കതിന് അച്ചാറാക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. അതിൽ ഉപ്പെല്ലാം നല്ല മാതിരി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ മാങ്ങയിലിട്ട് ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അച്ചാറാക്കുമ്പോൾ കുറച്ച് മുമ്പിൽ ഉപ്പ് നിൽക്കണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിനനുസരിച്ചിട്ട് ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ച് ചേർക്കുന്ന സമയത്ത് അതിനെല്ലാം കൂടുന്ന ഉപ്പും കൂടി വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടുതൽ തന്നെ ഉപ്പ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പെല്ലാം ഇട്ട് നന്നായി കാറ്റ് കൊള്ളാത്ത രീതിയിൽ മൂടെല്ലാം അടച്ച് വെച്ചിട്ട് ഒരു 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ പാകത്തിന് മുളും എല്ലാം കൂട്ടിയിട്ട് അച്ചാറുണ്ടാക്കാം. മാങ്ങ മുറിച്ചിട്ട് നന്നായിട്ട് ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അച്ചാറാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിത് നാടൻ രീതിയിലത്തെ അച്ചാറാക്കിയത് ഇവിടെ ഉണ്ട്, അന്ന് മാങ്ങ അച്ചാറാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് കുറച്ചും അച്ചാർ പൊടിയും അങ്ങനെയെല്ലാം ചേർത്തിട്ട് അച്ചാറാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അച്ചാർ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, ഇത് കായം കുറച്ചും പേസ്റ്റാക്കി വെച്ചാണ്. അതിവിടെ മറ്റേ കട്ടക്കായാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ലേശം കടുക് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്, ഇത് മഞ്ഞളിൻ്റെ വെള്ളം, തിളപ്പിച്ച വെള്ളത്തിൽ മഞ്ഞളിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. നമുക്കിതെല്ലാം കലക്കി ചേർക്കാൻ വേണ്ടി വെള്ളം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾ വെള്ളം തിളപ്പിച്ച് വെച്ചതാണ് അത്. അപ്പോൾ നമുക്ക് അച്ചാറാക്കാൻ തുടങ്ങിയാലോ. നമുക്ക് മാങ്ങ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നല്ല ഉപ്പെല്ലാം പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അല്ലേ. നല്ല ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം മുളക് പൊടിയെല്ലാം ഞാൻ ഉണ്ടല്ലോ ഒന്ന് ചൂടാക്കി വെച്ചതാണിത്. മുളകാണെങ്കിൽ വറുത്തിട്ട് അരക്കലാണ്, പക്ഷേ ഇത് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചൂടാക്കി വെച്ചു. ഇതെല്ലാം എടുത്ത് വെക്കാം. ഞാൻ ഇതൊരു 4 സ്പൂൺ എടുത്ത് വെച്ചതാണ് ഈ സ്പൂണിന്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അതിനപ്പുറം കുറച്ചും അച്ചാർ പൊടിയാണിത്, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. പൊടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇപ്പോൾ അത്ര പോലെ മതി. നമ്മളെ കായം ഇതും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൂട്ടാം നമുക്കത്. ഒരു ഉപ്പലിഞ്ഞ വെള്ളം ഉണ്ട് ഇതിൽ. ഉപ്പും വെള്ളത്തിൽ ആക്കുന്നതായിരിക്കും നല്ലത്. വെള്ളം വേണമെങ്കിൽ മഞ്ഞളിൻ്റെ വെള്ളം കുറച്ചും ചേർത്ത് കൊടുക്കാം. മാങ്ങക്ക് നല്ല പുളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിനാഗിരി വേണമെന്നില്ല, കടുകും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. എല്ലാം കൂടി മിക്സ് ആകുമല്ലോ. അപ്പോൾ മാങ്ങയുടെ പുളി നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പുളി ഉണ്ടെങ്കിൽ പിന്നെ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല പാകത്തിനായിട്ടുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട. നമുക്ക് അച്ചാർ പറയുമ്പോൾ കണ്ടില്ലേ, അച്ചാർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് വെള്ളം വേണ്ടല്ലോ, ഇത്ര മതി. ഇതിനിപ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോഴൊക്കെ നല്ല കഷ്ണത്തിനെല്ലാം ഇങ്ങനെ അരവെല്ലാം പിടിച്ചിട്ട് നല്ല ഇത് വരും. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചിട്ട് കൊടുക്കണം. താളിച്ചിട്ട് കൊടുക്കുന്നത് എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി, കറിവേപ്പില, കടുകും കൂടിയിട്ട് താളിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടല്ലേ, നല്ല സെറ്റായില്ലേ. ഞാൻ പുളി ഉണ്ടോ നോക്കട്ടെ, വിനാഗിരി ഒഴിക്കണോ എന്നുള്ളത്. പുളി ലേശം കുറവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി എന്ന് പറഞ്ഞാൽ ഇനിയാണ് ഇതിനെന്ന് പറയല് ചിലക്കിൽ സിർക്കാന്നോ അങ്ങനെ എന്തായാലും പറയല്ലേ. അപ്പോൾ ഈ സാധനമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്.
ലേശം ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം പുളി ഉണ്ട്, എന്നിരുന്നാലും കുറച്ച് മതി. ആ പുളി ഇനി ഇറങ്ങി വരും അതിൽ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇതിലേക്കൊന്ന് താളിച്ചിട്ട് കൊടുക്കാം. നന്നായി മിക്സാക്കി വെച്ചിട്ട് ഒന്ന് താളിച്ചിട്ട് കൊടുക്കാം. താളിച്ചിടാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകും ഞാൻ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുത്തതാണ് കേട്ടോ, മുറിച്ചതല്ല, തൊലി പൊളിച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുത്തത്. ഇതാണ് അച്ചാറിന് ഇങ്ങനെ ആക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. കറിവേപ്പിലയും കൂടി എണ്ണ കാഞ്ഞ് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ കാഞ്ഞിട്ടുണ്ട്, കടുക് ഇട്ട് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിന്ന് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കുറച്ച് ഇതിൻ്റെ ഒരു ചൂട് പോയതിന് ശേഷം നമുക്കിത് മാങ്ങയിലേക്ക് ചെരിഞ്ഞ് കൊടുക്കാം. മരച്ചായിൻ്റെ ഈ എണ്ണ ചൂടോട് ചെരിയുമ്പോൾ മാങ്ങ കഷ്ണം കുറച്ച് വെന്ത് പോകും. ഇവിടെ മാങ്ങ റെഡിയായി കിടക്കുന്നുണ്ട്. ഇവിടെ അച്ചാറ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇത് കുറച്ചും തണുത്തു, നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ തണുത്തില്ല, എന്നാലും നല്ല തിളച്ച് വരുന്ന എണ്ണ വരെ തണുപ്പ് പോയിട്ടുണ്ട്. അല്ലേ, നല്ല അച്ചാറായില്ലേ. ഇനിയിപ്പോൾ മാങ്ങയുടെ സീസണല്ലല്ലേ വരുന്നത്, അന്നേരം നമുക്ക് നല്ല നല്ല അച്ചാറുണ്ടാക്കാം. ഇതിപ്പോൾ നമ്മൾ വാങ്ങിയതാണ്. നമ്മളെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.